ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരീഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂസ് റിപ്പോർട്ടിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ബ്ലോക്ക് സെക്കൻഡിലെ യൂണിറ്റ് 4 ആയിട്ടുള്ള ട്രെൻഡ്സ് ഇൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ന്യൂസ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പേഴ്സിന് റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ആയിട്ടുള്ള ഓരോ ഫേമുകൾക്ക് വേണ്ടിയിട്ട് ന്യൂസുകൾ അത് ഗ്യാദർ ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ശേഖരിച്ച് അത് അവതരിപ്പിക്കുന്നതിനെയാണ്, അത് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിങ്ങുകളുണ്ട്. ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ്, ഫാഷൻ റിപ്പോർട്ടിംഗ്, ബിസിനസ് റിപ്പോർട്ടിംഗ്, സ്പോർട്സ് റിപ്പോർട്ടിംഗ്, സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടിംഗ്, കോർട്ട് റിപ്പോർട്ടിംഗ്, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, ക്രൈം റിപ്പോർട്ടിംഗ്, അഗ്രികൾച്ചർ റിപ്പോർട്ടിംഗ്, ഹെൽത്ത് റിപ്പോർട്ടിംഗ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് ഒരു ജേർണലിസത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തി എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പീപ്പിൾസിനോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, ഒരു റിപ്പോർട്ടർക്ക് വേണ്ട സ്കിൽസുകൾ, എന്തൊക്കെ കഴിവുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ടർക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, ഗുഡ് കമാൻഡ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അതായത് ഒരു ലാംഗ്വേജിൽ കൃത്യമായിട്ട് ഒരു മാസ്റ്റർ ആയിരിക്കണം എന്നുള്ളതാണ്. മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഏത് ലാംഗ്വേജിലാണ് നിങ്ങളുടെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നത്, ആ ലാംഗ്വേജിൽ നിങ്ങൾ നല്ലൊരു മാസ്റ്റർ ആയിരിക്കണം. ഗുഡ് റൈറ്റിംഗ് സ്കില്ലുകളാണ്, വാർത്ത എഴുതുന്നതിന് നല്ല സ്കില്ലുകളുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ ഹി ഓർ ഷീ ഷുഡ് ബി ഏബിൾ ടു ഇൻട്രാക്ട് ഫ്രീലി വിത്ത് പീപ്പിൾ, ആളുകളോട് വളരെ ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം. ന്യൂസ് സെൻസുകൾ വേണം, അതായത് വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയുള്ള, ന്യൂസിന് അറിയുന്നതിന് വേണ്ടിയുള്ള സെൻസ് ഉള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ മസ്റ്റ് ബി ഏബിൾ ടു അപ്ഡേറ്റ് ദ കറന്റ് ഹാപ്പനിങ് ഓൺ ടൈം, അതായത് ഓരോ സമയങ്ങളിലും കൃത്യമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം. ഗുഡ് ഒബ്സർവേഷൻ സ്കിൽ, ഒരു കാര്യത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കണം. ഹി ഓർ ഷീ ഒബേസ് ദ പ്രസ് ലോസ്, അതായത് മാധ്യമ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളായിരിക്കണം. ഷുഡ് ബി അൺബയാസ്ഡ്, അക്യുറേറ്റ്, ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ്, അതായത് അൺബയാസ്ഡ് ആയിരിക്കണം, അതായത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കരുത്. അക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. എബിലിറ്റി ടു സ്റ്റേ സ്ട്രോങ്ങർ അണ്ടർ പ്രഷർ ആൻഡ് സ്ട്രെസ്, അതായത് വളരെ പ്രഷർ ആയിട്ടുള്ള, വളരെ സമ്മർദ്ദമുള്ള, വളരെ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട്, ശക്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. മസ്റ്റ് ബി പങ്ക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൃത്യനിഷ്ഠത പാലിക്കണം. കൃത്യസമയത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം ഷെഡ്യൂളിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അവിടെ എത്തിയിരിക്കണം, പങ്ക്ച്വൽ ആയിരിക്കണം. ഷുഡ് ബി അലേർട്ട്, ക്രിയേറ്റ് ആൻഡ് ബ്രേവ് എന്നുള്ളതാണ്. ബ്രേവ് നമ്മളൊരു നല്ലൊരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ എന്തും നേരിടാൻ കഴിവുള്ള ആളായിരിക്കണം. എല്ലാ കാര്യത്തിനും അലേർട്ട് ആയിരിക്കണം. എപ്പോഴും ന്യൂസുകൾ സംഭവിക്കാം എന്നുള്ള അലേർട്ടുകൾ എല്ലാ സമയത്തും ഉള്ള ഒരാളായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഒരു ന്യൂസ് റിപ്പോർട്ടർക്ക് വേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ന്യൂ ട്രെൻഡ്സ് ഇൻ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. പുതിയ രീതിയിലുള്ള ട്രെൻഡുകൾ എന്തെല്ലാമാണ്, ഒരു റിപ്പോർട്ടിങ്ങിലുള്ള ട്രെൻഡുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ഓർ മൊബൈൽ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. അതായത് ജേർണലിസ്റ്റുകൾ ഇപ്പോൾ പല രീതിയിലും പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ കൊണ്ടു നടക്കാറുണ്ട്. ഉദാഹരണത്തിന് മൊബൈൽ ഫോണുകൾ. ഈ മൊബൈൽ ഫോൺ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫോട്ടോഗ്രാഫ്സുകൾ, അതുപോലെ തന്നെ നോട്ട് ചെയ്യാൻ വഴി നമുക്ക് ഓരോ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ മൊബൈൽ ഫോണുകളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ മൊബൈൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനെ മോജോ എന്നും വിളിക്കാറുണ്ട്, മൊബൈൽ ജേർണലിസം എന്നും വിളിക്കാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ TRP റേറ്റിംഗ് ഉണ്ട്, ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് ആണ്. അതായത് ഏത് ചാനലുകളാണ് മോസ്റ്റ് ആയിട്ട് ആളുകൾ വ്യൂ ചെയ്യുന്നത്, ആളുകൾ കാണുന്നത് എന്ന് തീരുമാനിക്കുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് അഥവാ TRP എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് വാർത്തകൾ പെട്ടെന്ന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലുള്ള ക്യാമറകൾ വഴി അതിൻ്റെ ദൃശ്യം
ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും, നമുക്ക് ലൈവായിട്ട് നമുക്ക് ഫോണിലൂടെ തന്നെ ആപ്പുകൾ വഴി അത് സംപ്രേഷണം ചെയ്യാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ ഒരു ജേർണലിസത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ഓർ മൊബൈൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സിറ്റിസൺ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കോമൺ പീപ്പിൾസ് എന്നുള്ളതാണ്. സിറ്റിസൺ റിപ്പോർട്ടിംഗ് ഇൻവോൾവ് സിറ്റിസൺ ഓർ പീപ്പിൾ റിപ്പോർട്ടിംഗ് ന്യൂസ് ആൻഡ് ഷെയറിംഗ് ഇറ്റ് ഓൺ വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള വേരിയസ് പ്ലാറ്റ്ഫോമുകളിൽ ഒരു പീപ്പിൾസ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂസ് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു വാർത്തകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സിറ്റിസൺ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആക്സിഡന്റ് നടന്നു എന്നുണ്ടെങ്കിൽ ആ ആക്സിഡന്റിന്റെ ദൃശ്യങ്ങളൊക്കെ ഒരാൾ പകർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ആക്സിഡന്റ് ആണ്, അതിന്റെ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആളുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഇതാണ് സിറ്റിസൺ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സിറ്റിസൺ റിപ്പോർട്ടിങ്ങിൽ ഒരിക്കലും ഒരു റിപ്പോർട്ടർ എന്ത് ചെയ്യാറില്ല, ജേർണലിസ്റ്റിക്കിന്റെ ലോസ് എപ്പോഴും ഫോളോ ചെയ്യാറില്ല. അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അവര് വെബ്സൈറ്റുകളായിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ സോഷ്യൽ മീഡിയാസ്, ബ്ലോഗുകൾ, അതിലൂടെയൊക്കെ സിറ്റിസൺ ജേർണലിസം അല്ലെങ്കിൽ സിറ്റിസൺ റിപ്പോർട്ടിംഗ് അവർ നടത്താറുണ്ട്. പക്ഷേ ഈ സിറ്റിസൺ റിപ്പോർട്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ഫിൽട്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. അതായത് ഇവർക്ക് ഒരു എന്താണ് ഇതിനുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയെ എത്രത്തോളം നെഗറ്റീവായി ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും സിറ്റിസൺ റിപ്പോർട്ടിങ്ങിൽ സാധ്യമല്ല. മാത്രമല്ല ഒരു ആളുകൾക്ക് ഇപ്പോൾ ഹാഷ്ടാഗുകളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറലായിട്ടുള്ള കണ്ടന്റുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും കാണാനുള്ള അവസരങ്ങളും സിറ്റിസൺ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും. അടുത്തത് അതർ നെയിംസ് ഓഫ് സിറ്റിസൺ റിപ്പോർട്ടിംഗ് ആണ്. എന്തൊക്കെ പേരുകളിലാണ് സിറ്റിസൺ റിപ്പോർട്ടിങ്ങിന് അറിയപ്പെടുന്നത്? നെറ്റ്വർക്ക്ഡ് റിപ്പോർട്ടിംഗ്, ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ്, സിറ്റിസൺ മീഡിയ, പാർട്ടിസിപ്പേറ്ററി റിപ്പോർട്ടിംഗ്, സ്റ്റാൻഡ് അലോൺ റിപ്പോർട്ടിംഗ്, നോൺ മീഡിയ റിപ്പോർട്ടിംഗ്, ഗറില്ല റിപ്പോർട്ടിംഗ്, കൊളാബറേറ്റീവ് സിറ്റിസൺ റിപ്പോർട്ടിംഗ് തുടങ്ങിയുള്ള പേരുകളിലെല്ലാം സിറ്റിസൺ റിപ്പോർട്ടിങ്ങിന്റെ പേരുകളായിട്ട് അല്ലെങ്കിൽ സിറ്റിസൺ ജേർണലിസത്തിന് പേരുകളായിട്ട് അറിയപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തത് കൺവേർജൻസ് ഓഫ് മീഡിയ എന്നുള്ളതാണ്. കൺവേർജൻസ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ന്യൂ മീഡിയ തുടങ്ങിയിട്ടുള്ള എല്ലാ മീഡിയകളും ഒരു പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാവുന്നതാണ് കൺവേർജൻസ് ഓഫ് മീഡിയ എന്ന് പറയുന്നത്. മീഡിയ കൺവേർജൻസ് റെഫേഴ്സ് ടു ദ മെർജിംഗ് ഓഫ് ഡിഫറെന്റ് മാസ് മീഡിയ ലൈക്ക് പ്രിന്റ് മീഡിയ, ട്രഡീഷണൽ മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ദ ഇന്റർനെറ്റ് ആൻഡ് ന്യൂ മീഡിയ. അപ്പൊ ഇത്തരം മീഡിയകളെല്ലാം ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺവേർജൻസ് ഓഫ് മീഡിയ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് മലയാള മനോരമ, മാതൃഭൂമി ഈ രണ്ട് ന്യൂസ് ചാനലുകൾക്കും ഇവർക്ക് എന്തുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ചാനലുകളുണ്ട്, ന്യൂസ് ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്, ന്യൂസ് പോർട്ടൽസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ ഇതിലൂടെ എന്തായി, ഈ മലയാള മനോരമ അതുപോലെ തന്നെ മാതൃഭൂമി എന്ന് പറയുന്ന ഈ രണ്ട് മാധ്യമങ്ങൾക്ക് അവരുടെ ടെക്സ്റ്റുകൾ, ഫോട്ടോസ്, വീഡിയോസ്, ഇന്ററാക്റ്റീവ് എലമെന്റ്സ് ഒക്കെ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് കൺവേർജൻസ് ഓഫ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് ഈ യൂണിറ്റിലെ, ഈ ബ്ലോക്ക് 2 ലാസ്റ്റ് ഫൈനൽ ടോപ്പിക് ആണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പോഡ്കാസ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോഡ്കാസ്റ്റ് ആർ ഡിജിറ്റൽ ഓഡിയോ സീരീസ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ് ഡൈവേർഡ് ഫ്രം കമ്പൈനിങ് ഐപോഡ് ആൻഡ് ബ്രോഡ്കാസ്റ്റ്. അതായത് ഐപോഡ് എന്ന് പറയുന്നതിൽ നിന്ന് പോഡും ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നതിൽ നിന്ന് കാസ്റ്റും, ഈ രണ്ട് പേരുകൾ ചേർന്നുകൊണ്ടാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്നത്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഓഡിയോ സീരീസുകളാണ്. അതായത് ഇന്റർനെറ്റ് ത്രൂ നമുക്ക് ലഭിക്കുന്ന ഓഡിയോ സീരീസുകളാണ് എന്തെന്ന് പറയുന്നത് പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത്. ജേർണലിസ്റ്റുകളും എന്ത് ചെയ്യാറുണ്ട്, പോഡ്കാസ്റ്റുകൾ അവർ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതായത് അവരെന്ത് ചെയ്യാറുണ്ട്, വേരിയസ് ഇഷ്യൂസിനെ കുറിച്ച് അവരുടെ ഇന്റർവ്യൂസ്, അതല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി പോഡ്കാസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പോഡ്കാസ്റ്റ് ക്യാൻ ബി ഫ്രീ ഓർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ്. അതായത് ചില സമയത്ത് പോഡ്കാസ്റ്റുകൾ ഫ്രീ ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കും, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പണം നൽകിക്കൊണ്ട് നമുക്ക് അവൈലബിൾ ആവുന്ന പോഡ്കാസ്റ്റുകളും ഉണ്ട്. അത് ഡിഫറെൻറ്റ് ടൈപ്സുകളായിട്ട് വരും. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളുണ്ട്, പോഡ്കാസ്റ്റ് നോവലുകളുണ്ട്, അതുപോലെ തന്നെ ലൈവ് പോഡ്കാസ്റ്റുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്.
ഒരു പോഡ്കാസ്റ്റ് സംപ്രേഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൂളുകളും മൈക്കുമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് സംപ്രേഷണം ചെയ്യുന്ന ആളുകളെ ആങ്കേഴ്സിനെ പോഡ്കാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പേരിലാണ് ഇവരെ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതോട് കൂടിയിട്ട് ബ്ലോക്ക് 2 അവസാനിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.